എന്താ സാർ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത്? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി, അതുകൊണ്ടല്ലേ മൈൻഡ് ചെയ്യാതെ പോയത്. നിങ്ങൾ നല്ല തമാശക്കാരനാണല്ലോ സാർ. സാർ നിങ്ങളുടെ സിക്സ് സെൻസ് കൊണ്ട് പറഞ്ഞത് ആദ്യം എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ചേട്ടന്റെ ഇവിടുത്തെ നല്ല നടപ്പുണ്ട്, നാട്ടുകാർ പെരുമാറുന്ന എന്നെയാ. ആ മനപ്രയാസം മാറ്റാന്ന് വിചാരിച്ച മോളടിക്ക് എങ്ങോട്ട് വന്നു. താൻ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചോ? ഇല്ല. ഞാനെന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് തനിക്കറിയാമോ? അറിയില്ല. വിവരം കിട്ടവനെ. ക്ലബിന് എന്തിനാ വരുന്നത്? സ്മോൾ അടിക്കാനല്ലാതെ. Excuse me, sir. ഓറഞ്ച് ജ്യൂസ് പ്ലീസ്. Okay. Sir? പ്ലീസ്. Thank you. അതെ സാറേ, സ്മോൾ അടിക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് അല്ലേ ഓർഡർ ചെയ്തത്? ഞാൻ സ്മോൾ അടിക്കാറില്ല, മനുഷ്യരെ അടിക്കാറേ ഉള്ളൂ. താങ്ക് യു. നിങ്ങൾ ഡ്രിങ്ക്സ് കഴിക്കരുത്, അപകടമാണ്. അഭയം, ഒന്നിനെയും ഭയമില്ലാത്തവൻ. Just a minute. ഓ താങ്ക് യു. പറഞ്ഞ കേൾക്കണം. കേൾക്കേണ്ട പോലെ പറയാത്ത എന്താടാ? ഇനി ആ മൂലയിൽ പോയിരിക്കെ. കേൾക്കേണ്ട പോലെ പറഞ്ഞപ്പോ കേൾവി തന്നെ പോയി എന്നാ തോന്നണേ. ഏത് മൂലയില്ല? വേണ്ട, ഇത് നേരത്തെ തന്നിരുന്നെങ്കിൽ എപ്പോഴേ പോയ. ഹലോ, നിങ്ങൾ ബോസിന് അന്വേഷിച്ച് വന്നാണോ? ഇതാ അവിടെ ഉണ്ട്. ഹലോ, ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. സാറ് ബാഡ് മൂഡിലിരിക്കുക. ഓഫീസ് കാര്യമാണെങ്കിൽ ഇപ്പൊ പറയണ്ട, പേഴ്സണൽ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. എന്താ ഒരു ടെൻഷൻ? മനസ്സിലായി. ബോസ് ഐ ലവ് യു എന്ന് പറയണല്ലേ? അത് പറയാൻ കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? ധൈര്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പെഗടിച്ച ധൈര്യമൊക്കെ വരുന്നേ. ഇത് കുടിച്ചാ ധൈര്യം വരുമോ? കുട്ടി ഒന്ന് കുടിച്ചു നോക്കിയേ, ധൈര്യമൊക്കെ ജഗ 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 ജഗാന്ന് കയറി വന്നോളും. Come on, have it. Come on. പേടിക്കണ്ട. ആദ്യമൊക്കെ ഇച്ചിരി വിറയ്ക്കും, പിന്നെ അടിച്ചില്ലെങ്കിലേ വിറയ്ക്കൂ. കഴിച്ചോ. ടച്ചിങ്സ് വല്ലതും വേണോ? ധൈര്യം വന്നില്ലല്ലോ. ഒരു പെഗിലൊന്നും വരില്ല കുട്ടി, ഇതുകൂടി അങ്ങ് അടിച്ചോ. ഇനി ചെന്ന് പറ. എന്തു പറയാൻ? ഐ ലവ് യു. എന്നോട് ഐ ലവ് യു എന്ന് പറയുന്നു? ഞാൻ നിന്നോട് ഐ ലവ് യു പറഞ്ഞതല്ല, നീ മറന്നുപോയെന്ന് വിചാരിച്ച് ഓർമ്മിപ്പിച്ചതാ. ഓ, എന്താ മറന്നു പോയത്? ഐ ലവ്. നീ നിന്റെ ബോസിന്റെ അടുത്തേക്ക് ചെല്ല്. കിടന്ന പാമ്പ്. അനു, താൻ ഇതിന് ഇങ്ങോട്ട് വന്നേ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് വീട്ടിൽ വെച്ച് ആകായിരുന്നല്ലോ, അതിന് ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അനു ഇങ്ങോട്ട് വന്ന എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സ്നേഹിക്കുന്നതിനേക്കാളും അത് തുറന്നു പറയാൻ എത്ര പ്രയാസമാണെന്ന്. മനസ്സിലായി. ആ സ്നേഹം നിലനിർത്തുന്നതാ അതിലേറെ പ്രയാസം. അതിനെന്താ, നിന്റെ ബോസ് എങ്ങും പോയിട്ടില്ലല്ലോ. എവിടെ പോയാലും നീയും കൂടെ ഉണ്ടാവുമല്ലോ. നല്ല സമയം നോക്കി നീ പറഞ്ഞാ മതി. ശരി ആന്റി. അവനും ആരും ബന്ധുക്കളായിട്ടില്ല, ഞങ്ങളല്ലാതെ. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് മക്കളൊക്കെയായി ജീവിക്കുന്നത് കാണണമെന്നേ എനിക്കിനി ആഗ്രഹമുള്ളൂ. എന്റെ അമ്മയുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ എന്റെ മനസ്സ് നിറയെ ഈ മുഖവാ. ഇനി മുതൽ ഇതാ എന്റെ അമ്മ. അനു, ഫ്ലൈറ്റിന് ടൈമായി. കം ഓൺ, ലെറ്റ്സ് ഗോ. എന്റെ ഭാര്യയ്ക്ക് ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിയാ പിന്നെ അത് മതി. എന്റെ തന്നെ എത്രയോ ഫ്ലൈറ്റുകൾ ഇവൾ മിസ് ചെയ്തിരിക്കുന്നു. കമോൺ കമോൺ, ലേറ്റ് ആവുന്നു. കം കം കം. വാ മോളെ. ഇത് ഞാനാടി സ്നേഹലത. വാട്ട്? ബിസിയാണെന്നോ?
നിന്റെ ബോസിന്റെ കൂടെയാണെന്നോ? എന്ത്? നിന്റെ കല്യാണം ഫിക്സ് ആയെന്നോ? വിവാഹത്തിന് മുമ്പേ മലേഷ്യയിൽ ഹണിമൂണോ? നീ പറഞ്ഞു കഴിഞ്ഞോ? ജീവിതത്തിൽ ആദ്യമായി എൻജോയ്മെന്റ് എന്താന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞതിനാണോ ഇത്? GK-യോടൊത്തുള്ള ജീവിതം എത്ര സന്തോഷകരമായിരിക്കുമെന്ന് ഈ ഒരു ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ അയാൾ നിനക്ക് കാണിച്ചു തന്നില്ലേ? ഈ ഗോപാലകൃഷ്ണനെ പൂജിച്ച് വെറുതെ സമയം കളയാതെ ആ ഗോപാലകൃഷ്ണനെ പോയി പൂജിക്കാൻ നോക്ക്. അയാൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടനും അത് തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. നീ ഇനി ഇങ്ങനെ നാണം കുണുങ്ങിയിരിക്കാതെ ധൈര്യമായിട്ട് അങ്ങോട്ടേന്ന് പറയാൻ നോക്ക്. സത്യം, നിന്റെ ബോസാടി, അല്ലല്ല നിന്റെ ലവർ. ഞാൻ പറയൂ. ഹലോ ഹലോ സർ. ഓക്കെ സർ, ഓക്കെ സർ, ഓക്കെ ഓക്കെ സർ, ഐ വിൽ കം. ഓ ഓ ഐ ആം കമ്മിങ്. രാക്ഷസി, മര്യാദക്ക് നീ ഐ ലവ് യു എന്ന് പറയുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഞാൻ തന്നെ അയാളോട് എന്ന് പറയും. കൊന്നുകളി. ഞാൻ തന്നെ പറഞ്ഞോളാം. ലൈസൻസ് ചോദിച്ചപ്പോൾ തന്നില്ലേ? ഇനി 100 രൂപ എന്തിനാ സാർ? പെൺപിള്ളാരെയും കൊണ്ട് ഷോപ്പിങ്ങിനും സിനിമയ്ക്കും ഒക്കെ പന്നിന്റെ കാശുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ മാത്രം കാശില്ല. സാർ മര്യാദയ്ക്ക് സംസാരിക്കണം. നീ എന്നെ മര്യാദ പഠിപ്പിക്കാറായോ? സാർ സാർ ലൈസൻസ് എടുക്കടാ. സാർ ടു മച്ച് സാർ. എടുക്കടാ ലൈസൻസ്. ഇൻസ്പെക്ടർ, അയാൾ എന്തിനാ തല്ലിയത്? അത് ചോദിക്കാൻ നിങ്ങളാരാ? ഒരു കോളേജ് സ്റ്റുഡന്റിനെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തും ചെയ്യാവുന്നാണോ? ലൈസൻസ് ഇല്ലാതാ വണ്ടി ഓടിക്കുന്നത്. അല്ല മാഡം, എന്റെ ലൈസൻസ് കീറിക്കളഞ്ഞതാ. ലൈസൻസ് ഇല്ലെങ്കിൽ കേസെടുത്ത് കോർട്ടിൽ ഹാജരാക്കണം. അല്ലാതെ റോഡിലിട്ട് തല്ലുകയാണോ വേണ്ടത്? പറയൂ, സോറി പറയൂ. സർവീസിൽ ഞാൻ ഇതുവരെ എന്റെ മേലുദ്യോഗസ്ഥരോട് പോലും സോറി പറഞ്ഞിട്ടില്ല. പിന്നെ ഇവനോട് ഒന്ന് പോണം മാഡം. പറയും, തന്റെ സീനിയർ ഓഫീസർ വന്ന് തന്നെ കൊണ്ട് പറയിക്കും. വാ. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ്. നിങ്ങൾക്ക് തരാനുള്ള ഫയല് എന്റെ സെക്രട്ടറി അനുരയിലാണ്. അവരിതുവരെ ഓഫീസിൽ എത്തിയിട്ടില്ല. ഷീ മസ്റ്റ് ബി ഓൺ ദ വേ. Okay, it's all right. No താങ്ക് problem. യു സർ. താങ്ക് യു. പോലീസ് നീതി പാലിക്കുക, പോലീസ് ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം സർ. അനു ഫ്ലാറ്റിലില്ല സർ. മൊബൈലിലും കിട്ടുന്നില്ല. ഒന്നും വിചാരിക്കരുത് ജിക്കെ. ഇപ്പോഴെങ്കിലും അത് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ. ഇറ്റ്സ് ടു ലേറ്റ്. We are sorry, sir. എന്താണോ ഇത്? വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? തനിക്കൊന്ന് പോയി ചെക്ക് ചെയ്യായിരുന്നില്ലേ? നിങ്ങളെയൊക്കെ വിശ്വസിച്ച എന്റെ തെറ്റ്. പൊക്കെ എന്റെ ഒന്നിനെ കണ്ടുപോലും. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ്. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി. എന്താണ് അവിടെ? അതാ GK കൺസ്ട്രക്ഷൻ കമ്പനി സെക്രട്ടറിയാ. പണിയൊക്കെ വിട്ട് ഇപ്പൊ സമരത്തിന് ഇറങ്ങിയിരിക്കുക. പോലീസ് നീതി പാലിക്കുക. സോറി സർ. തന്റെ ഉദ്ദേശം എന്താടോ? ഓഫീസ് ടൈമിലാണോ തന്റെ തോന്നിയാസം? എന്റെ ഓഫീസ് ടൈം തന്റെ സൗകര്യത്തിന് സ്പെൻഡ് ചെയ്യാനുള്ളതല്ല. താനെന്താ കമ്പനിയുടെ ഓണറാ? ഇഷ്ടമുള്ളപ്പോ കയറി വരാൻ. ആഫ്റ്റർ ഓൾ ഒരു സെക്രട്ടറി. ആ ലിമിറ്റേ തനിക്കിവിടെ ഉള്ളൂ. താൻ അനുരാധയെ എന്ത് സോഷ്യൽ സർവീസും ചെയ്തോളൂ. അത് തന്റെ ഇഷ്ടം. GK-യുടെ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം തന്റെ സർവീസ് ഇവിടെയാണ് വേണ്ടത്. താൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ GK-യുടെ സെക്രട്ടറി അത് ചെയ്തു, GK-യുടെ സെക്രട്ടറി ഇത് ചെയ്തു എന്ന് ആൾക്കാർ പറയൂ. അല്ലാതെ അനുരാധ എന്തെങ്കിലും ചെയ്തെന്ന് ആരും പറയില്ല. അനു, എന്റെ ഈ മനസ്സിത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇതെന്റെ കഴിവുകേടായി തോന്നുന്നുണ്ടെങ്കിൽ ജോലിന്ന് ഞാൻ പറഞ്ഞയക്കും.